ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വീണ്ടും ഒരു മ്യൂട്ടഡ് ഓപ്പണിംഗ് ആണ്. അതിനുശേഷം വൊളാറ്റിലിറ്റി ഒക്കെ കണ്ടേക്കാം. പക്ഷേ നമ്മുടെ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻ്റ് ഒരു പോസിറ്റീവ് സെൻറ്റിമെൻ്റ് ആണ്. പ്രത്യേകിച്ച് TCSൻ്റെ Q2 റിസൾട്ടുകൾ ഇന്നലെ വന്നിരുന്നു. അതുപോലെ തന്നെ ടാറ്റ എൽഎക്സിയുടെയും Q2 റിസൾട്ടുകൾ വന്നിരുന്നു. രണ്ട് റിസൾട്ടുകളും ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ്. അതേസമയം ഇന്ന് ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഏഷ്യയിൽ സൗത്ത് കൊറിയൻ മാർക്കറ്റ് ഹോളിഡേകൾക്ക് ശേഷം ഇന്ന് റീ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. സൗത്ത് കൊറിയൻ മാർക്കറ്റ് അറൗണ്ട് 1.5% ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അതേസമയം ഏഷ്യയിലെ മറ്റ് മാർക്കറ്റുകൾ ജപ്പാൻ, ചൈനീസ്, ഹോങ്കോങ് മാർക്കറ്റുകളെല്ലാം തന്നെ ഇന്ന് സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ ഡൗ ജോൺസ് ഇൻഡെക്സ് 243.36 പോയിൻറ്റ് വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നാസ്ഡാക്ക് സ്ലൈറ്റ്ലി വീക്കാണ്. S&P സ്ലൈറ്റ്ലി വീക്കാണ്. അതേസമയം S&P 500 നാസ്ഡാക്ക് ഇന്നലെ വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. അതിനുശേഷമുള്ള പ്രോഫിറ്റ് ബുക്കിങ്ങിലാണ് താഴെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം NVIDIA വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. NVIDIAയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $4.69 ട്രില്യൺ ആയിട്ട് ഉയർന്നിരിക്കുകയാണ്. അനലിസ്റ്റുകളെല്ലാം തന്നെ NVIDIAയുടെ അടുത്ത ടാർജറ്റ് പ്രൈസസ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നുണ്ട്. പലരും എക്സ്പെക്റ്റ് ചെയ്യുന്നത് $300 പെർ ഷെയർ ആണ് അടുത്ത 2 വർഷത്തിനുള്ളിൽ. അതായത് $7.3 ട്രില്യൺ ആണ് മാർക്കറ്റ് ക്യാപ്പ് അവരെല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓപ്പൺ AI ആയിട്ടുണ്ടായിട്ടുള്ള അലയൻസ്, അതുപോലെ തന്നെ US ഗവൺമെൻറ് ഇന്നലെ UAEയിലേക്ക് NVIDIA ചിപ്പുകൾ എക്സ്പോർട്ട് ചെയ്യാനുള്ള അനുമതിയൊക്കെ നൽകിയിരുന്നു. ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റിലാണ് NVIDIA ഇന്നലെ മുന്നേറിയിട്ടുള്ളത്. അടുത്ത ദിവസങ്ങളിലും NVIDIA മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ചിപ്പ് മേക്കിംഗ് കമ്പനികളും മുന്നേറുന്നുള്ള എക്സ്പെക്റ്റേഷൻ ഉണ്ട്. NVIDIAയുടെ ടാർജറ്റ് പ്രൈസ് $300 ആക്കി ഉയർത്തിയതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് ഇന്നലെ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അടുത്ത ദിവസങ്ങളിലും NVIDIA മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ മൈക്രോസോഫ്റ്റ്, മെറ്റാ പ്ലാറ്റ്ഫോം, പാലൻറ്റിയർ ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ മുന്നേറിയിരിക്കുകയാണ്. അപ്പോൾ പൊതുവെ ടെക്നോളജി റാലിയാണ് അമേരിക്കയിൽ വീണ്ടും കാണുന്നത്. അതേസമയം അടുത്ത ആഴ്ച മുതൽ Q3 റിസൾട്ടുകൾ വന്നു തുടങ്ങും. പെപ്സി കമ്പനിയുടെ Q3 റിസൾട്ട് അനൗൺസ് ചെയ്തിരുന്നു. ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. അടുത്ത ചൊവ്വാഴ്ച JP മോർഗൻ, വെൽസ് ഫാർഗോ, സിറ്റി ഗ്രൂപ്പ്, ഗോൾഡ്മാൻ സാക്സ്, ബ്ലാക്ക് റോക്ക്, AMC കമ്പനികളുടെ റിസൾട്ടുകളുണ്ട്. അതോടൊപ്പം തന്നെ ബുധനാഴ്ച ജോൺസൺ ആൻഡ് ജോൺസൺ, ബാങ്ക് ഓഫ് അമേരിക്ക, ചിപ്പ് മേക്കിംഗ് കമ്പനിയായ ASML, മൈക്രോസോഫ്റ്റ് ഈ കമ്പനികളുടെ റിസൾട്ട് അടുത്ത ബുധനാഴ്ചയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത ആഴ്ചയിലും ആക്ഷൻ പാക്ഡ് ആഴ്ച തന്നെയാണ് അടുത്ത ആഴ്ചയും അമേരിക്കൻ മാർക്കറ്റിനെ സംബന്ധിച്ച്. അതേസമയം ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകൾ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്നലെ ഏഷ്യയിൽ ജാപ്പനീസ് മാർക്കറ്റുകൾ റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ ചൈനീസ് മാർക്കറ്റുകൾ റെക്കോർഡ് 10-year 4-year ഹൈ ഹിറ്റ് ചെയ്തതിന് ശേഷം ഇന്ന് മോർണിംഗിൽ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഈ മാർക്കറ്റുകൾ ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യനെ സംബന്ധിച്ച് ഇന്നലെ ബെറ്റർ ഡേ ആയിരുന്നു. നല്ല മുന്നേറ്റമാണ് നമ്മുടെ മാർക്കറ്റിൽ കണ്ടിട്ടുള്ളത്. ഇന്നും ഓപ്പണിംഗ് ഒരു മ്യൂട്ടഡ് ഓപ്പണിങ്ങിന് ശേഷം നല്ല മുന്നേറ്റം കാണാനുള്ള സാധ്യതകളാണുള്ളത്. അതേസമയം നമ്മൾ കമോഡിറ്റി മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഫ്രൻസി വന്നിരിക്കുന്നത് കോപ്പറിൻ്റെയും അതുപോലെ തന്നെ അലുമിനിയത്തിൻ്റെയും സിൽവറിൻ്റെയും കാര്യത്തിലാണ്. ഗോൾഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഗോൾഡ് റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തതിന് ശേഷം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മോഡിലാണ്. $3,986 പെർ ഔൺസിനാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ സിൽവറാണ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തത്. $51.27 പെർ ഔൺസ് ആണ് സ്പോട്ട് ഗോൾഡ് ഇന്നലെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തത്. ഇന്ന് മോർണിംഗിൽ $49.57 പെർ ഔൺസിനാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. അതേസമയം സിൽവറിൻ്റെ ഫ്യൂച്ചേഴ്സ് പ്രൈസും സ്പോട്ട് പ്രൈസും തമ്മിൽ $2 ഡിഫറൻസ് ഉണ്ട്. സ്പോട്ട് പ്രൈസ് ഫ്യൂച്ചേഴ്സ് പ്രൈസിനേക്കാളും കൂടുതലാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സ്പോട്ട് മാർക്കറ്റിൽ ഷോർട്ടേജാണ് സപ്ലൈ, അതോടൊപ്പം തന്നെ ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുക എന്നുള്ളൊരു കാര്യമാണ്. തീർച്ചയായിട്ടും സിൽവറിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണിത്. അടുത്ത ദിവസങ്ങളിലും പ്രോഫിറ്റ് ബുക്കിങ്ങിന് ശേഷം വീണ്ടും സിൽവർ മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. കോപ്പർ ഇന്നലെ പ്രീവിയസ് റെക്കോർഡിന് അടുത്തെത്തിയിരുന്നു. ഇന്ന് മോർണിംഗിൽ സ്ലൈറ്റ്ലി
വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അതേസമയം അലുമിനിയം വീണ്ടും 3 ഇയർ ഹൈയിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. $3966 പെർ ടൺ ആണ് അലുമിനിയത്തിൻ്റെ പ്രീവിയസ് സ്റ്റോപ്പ്. ഇത് ഹിറ്റ് ചെയ്തത് മാർച്ച് 2022 7-ാം തീയതിയാണ്. ഇന്നലെ ഹിറ്റ് ചെയ്തത് $2800 പെർ ടണ്ണാണ്. തീർച്ചയായിട്ടും വളരെ അന്തരമുണ്ട് ഈ രണ്ട് പ്രൈസുകളും തമ്മിൽ. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അലുമിനിയം അടുത്ത ദിവസങ്ങളിൽ മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. സിങ്ക് ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. അതോടൊപ്പം തന്നെ ബ്രന്റ് ക്രൂഡ് ഓയിൽ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സിൽവർ, കോപ്പർ, അലുമിനിയം, ഗോൾഡ് ഈ കമ്മോഡിറ്റികൾ വീണ്ടും പ്രോഫിറ്റ് ബുക്കിങ്ങിന് ശേഷം മുന്നേറാനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ കോട്ടക് സിൽവർ ETF ലംസം പേയ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ഇന്ത്യയിലും സ്പോട്ട് പ്രൈസ് വലിയ രീതിയിൽ കൂടിയിരിക്കുകയാണ് ഫ്യൂച്ചേഴ്സ് പ്രൈസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതുകൊണ്ട് ലംസമായിട്ടുള്ള സബ്സ്ക്രിപ്ഷൻസ് എല്ലാം തന്നെ കോട്ടക് സിൽവർ ETF ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അതേസമയം SIP കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് നമ്മുടെ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട്. ഇത് മിക്കവാറും 8 ഇയർ ലോ ഹിറ്റ് ചെയ്യാനാണ് ചാൻസസ് കൂടുതൽ. 2017 ജൂണിൽ 1.46% ലോ വന്നിരുന്നത്. കഴിഞ്ഞ 7-8 വർഷത്തെ ഫിഗർ നോക്കുകയാണെങ്കിൽ ഇന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അറൗണ്ട് ആ ലെവല് തന്നെയാണ്. അത്തരത്തിലുള്ള ഡാറ്റ വരികയാണെങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ച് വീണ്ടും അത് പോസിറ്റീവ് തന്നെയാണ്. വേദാന്തയുടെ NCLT ഡിസിഷൻ ഒക്ടോബർ 29 മാറ്റിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഇൻഡിക്കേഷൻസ് സൂചിപ്പിക്കുന്നത് മിക്കവാറും ഒക്ടോബർ 29 അത് NCLT ക്ലിയർ ചെയ്തേക്കും എന്ന തരത്തിലുള്ളൊരു ഇൻഡിക്കേഷനാണ്. അതോടൊപ്പം തന്നെ Q2 റിസൾട്ടുകൾ ഇന്നലെ മുതൽ അനൗൺസ്മെൻറ്റുകൾ വന്നിരുന്നു. TCS ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ്. അതോടൊപ്പം തന്നെ $6.5 ബില്യൺ $1 ഗിഗാവാട്ട് ഡാറ്റാ സെൻറ്ററും കൂടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് TCS. തീർച്ചയായിട്ടും പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. ടാറ്റ എലക്സി ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ ടേൺ അറൗണ്ട് റിസൾട്ടാണ്. ടാറ്റ എലക്സിനെ സംബന്ധിച്ചും പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. രണ്ട് കമ്പനികളുടെ കാര്യത്തിലും മാർജിൻ എക്സ്പാൻഷനും വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആദ്യം അനൗൺസ്മെൻറ്റ് വന്നിട്ടുള്ള ടെക്നോളജി കമ്പനികളുടെ റിസൾട്ടുകൾ മാർക്കറ്റിൽ പൊതുവെ ടെക്നോളജി സെക്ടറിലൊരു പോസിറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി മറ്റ് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ റാംകോ സിസ്റ്റംസ് ഇന്ത്യയിൽ അവരുടെ നെക്സ്റ്റ് ജനറേഷൻ ഏവിയേഷൻ സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻ്റ് ചെയ്യാണ്. ഗ്ലോബൽ എഞ്ചിൻ മെയിൻ്റനൻസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനികളുടെ സബ്സിഡിയറിയിലാണ്. റാംകോ സിസ്റ്റത്തിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഈ ന്യൂസ് ഇന്നലെ വന്ന ന്യൂസാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഓൾറെഡി പ്രൈസിൽ വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഇന്നും ഒരു പോസിറ്റീവ് റിയാക്ഷൻ കാണിച്ചേക്കാം. KP ഗ്രീൻ എനർജി 100 മെഗാവാട്ടിൻ്റെ സോളാർ പ്രൊജക്റ്റ് ബാഗ് ചെയ്തിട്ടുണ്ട്. അസ്ട്രാസെനക്ക അമേരിക്കയിൽ വലിയ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇൻഡയറക്റ്റ് ആയിട്ട് ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള അസ്ട്രാസെനക്കനെ സംബന്ധിച്ച് ലോങ് റണ്ണിൽ പോസിറ്റീവ് ഇമ്പാക്റ്റാണ് ലഭിക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ആഫ്കോൺ ഇൻഫ്രാകോം 576 കോടി രൂപ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. റെയിൽടെല് 18.2 കോടി രൂപ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. ശ്രീ ലോട്ടസ് ഡെവലപ്പേഴ്സ് 5 സബ്സിഡിയറികൾ ഫോം ചെയ്തുകൊണ്ട് 100 കോടി രൂപ വെച്ച് എല്ലാ സബ്സിഡിയറികളിലും ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ബിസിനസ് എക്സ്പാൻഷന് വേണ്ടിയാണ്. പൊതുവെ പോസിറ്റീവ് ഇമ്പാക്റ്റാണ് ഇത്തരത്തിലുള്ള റീസ്ട്രക്ചറിങ് റിയൽ എസ്റ്റേറ്റ് കമ്പനികൾക്ക് നൽകാറ്. അതുകൊണ്ട് തന്നെ ഇത് ലോങ് റണ്ണിൽ ശ്രീ ലോട്ടസ് ഡെവലപ്പേഴ്സിനെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസാണ്. ഉജാസ് എനർജി 2:1 ബോണസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ക്യാംസ് സ്റ്റോക്ക് സ്പ്ലിറ്റ് ഇന്ന് അനൗൺസ് ചെയ്തേക്കാം. അതോടൊപ്പം തന്നെ ഇൻഡോ സോളാർ അവരുടെ ഫൈനാൻഷ്യൽ റിസൾട്ട് ഇന്ന് അനൗൺസ് ചെയ്തേക്കാം. ഒപ്പം നാളെ റിസൾട്ടുകൾ വരുന്നത് Q2 റിസൾട്ടുകൾ വരുന്നത് എലക്ട്രോൺ എഞ്ചിനീയറിംഗ്, വാരി റിന്യൂവബിൾ ടെക്നോളജിയാണ്. അതോടൊപ്പം തന്നെ തിങ്കളാഴ്ച HCL ടെക്കിൻ്റെ Q2 റിസൾട്ടും വരും. അപ്പോൾ ഈ റിസൾട്ട് എക്സ്പെക്റ്റേഷൻസിൽ ഈ സ്റ്റോക്കുകളിലൊക്കെ ഒരു പോസിറ്റീവ് മൊമെൻ്റം കാണാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ ഗൂഗിള് ആന്ധ്രാപ്രദേശിൽ വലിയ ഡാറ്റാ സെൻറ്റർ സ്ഥാപിക്കുകയാണ്. അമേരിക്കയിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, അമേരിക്കയിലാണ് ഇപ്പോൾ ഗൂഗിളിൻ്റെ ഏറ്റവും വലിയ ഡാറ്റാ സെൻറ്റർ ഉള്ളത്. അമേരിക്ക കഴിഞ്ഞാൽ ലോകത്തിൽ ഗൂഗിള് സ്ഥാപിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഡാറ്റാ സെൻറ്റർ
ആന്ധ്രാപ്രദേശിലാണ്, ഇന്ത്യയിലാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ് ഇന്ത്യനെ സംബന്ധിച്ച്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്നലെ ബയേഴ്സാണ് 1308.16 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വാങ്ങിയിട്ടുണ്ട്. ഡൊമസ്റ്റിക് ഫണ്ടുകൾ 864.36 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസും ബയേഴ്സാണ്. അതോടൊപ്പം തന്നെ IPO മാർക്കറ്റ് LG ഇലക്ട്രോണിക്സ് വീണ്ടും ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. 4.39 ലക്ഷം കോടി രൂപയ്ക്കുള്ള ഡിമാൻഡാണ് ഈ IPOയ്ക്ക് വന്നിരിക്കുന്നത്. സെക്കൻഡ് ലാർജസ്റ്റ് ആണ് ഇന്ത്യയുടെ IPO ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ. ഫസ്റ്റ് ഇപ്പോഴും നിൽക്കുന്നത് റിലയൻസ് പവറാണ്. 2008 ജനുവരിയിലായിരുന്നു 7.12 ലക്ഷം കോടിക്കായിരുന്നു ഡിമാൻഡ്. ഇതുവരെ സെക്കൻഡ് ആയിരുന്നത് 3.2 ലക്ഷം കോടിയായിട്ട് ബജാജ് ഹൗസിംഗ് ഫിനാൻസ് ആയിരുന്നു. 2024 IPO വന്നിരുന്നത്. അതിനുശേഷം LG ഇലക്ട്രോണിക്സ് വീണ്ടും ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. അതേസമയം റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സബ്സ്ക്രിപ്ഷൻ 3.54 ടൈംസേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ LG ഇലക്ട്രോണിക്സിൽ ധാരാളം റീറ്റെയിൽ അലോട്ട്മെൻറ്റ് ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. റൂബിക്കോൺ റിസർച്ച് ആദ്യത്തെ ദിവസം 0.54 ടൈംസ് ആണ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത്. അതേസമയം റീറ്റെയിൽ പോർഷൻ 1.43 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. നല്ലൊരു IPO ആണ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന്. കനറ റോബെക്കോ 0.21 ടൈംസ് ആണ് ആദ്യത്തെ ദിവസം ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത്. ഇന്ന് ഓപ്പൺ ആവുകയാണ് കനറ HSBC ലൈഫ് ലിമിറ്റഡ്. 10 രൂപയാണ് ഫേസ് വാല്യൂ. ഈ കമ്പനിയുടെ IPOയിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടുന്നത് കനറ ബാങ്കിനും പഞ്ചാബ് നാഷണൽ ബാങ്കൊക്കെയാണ്. കാരണം ഈ കമ്പനിയിൽ 26% PNB ഹോൾഡ് ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ്ലി ഓഫർ ഫോർ സെയിലാണ് ഈ IPO. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ള റൂബിക്കോൺ റിസർച്ച്, കനറ റൂബിക്കോ, AMC, കനറ HSBC ലൈഫ് എന്ന് തുടങ്ങുകയാണ്. ഈ IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് ലോങ് ടൈമിലേക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. മൈനർ ലിസ്റ്റിംഗ് ഗെയിനും ലോങ് ടൈം ഗെയിനും കിട്ടാൻ സാധ്യതയുള്ള IPOs ആണ്. ഇതൊക്കെയാണ് മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. അതോടൊപ്പം തന്നെ ഇസ്രായേൽ ഹമാസ് ഇഷ്യൂ സെറ്റിൽ ചെയ്തിരിക്കുകയാണ്. ട്രംപും ഇന്ത്യൻ പ്രധാനമന്ത്രിയും തമ്മിൽ ടെലിഫോണിക് ഡിസ്കഷനൊക്കെ ഉണ്ടായിട്ടുണ്ട്. അടുത്ത 1-2 ആഴ്ചകൾക്കുള്ളിൽ തീർച്ചയായിട്ടും ടാരിഫ് റിലേറ്റഡ്, US ഇന്ത്യ ട്രേഡ് റിലേറ്റഡ് ഇഷ്യൂസ് എല്ലാം സെറ്റിൽ ചെയ്തേക്കും എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് നല്ല ഡേയ്സാണ് ഹെഡ്. നമ്മുടെ മാർക്കറ്റ് റിവഞ്ച് റാലിക്ക് തയ്യാറാണ്. അത്തരത്തിലുള്ള റാലി നമുക്ക് ഇത്തരത്തിലുള്ള സൊല്യൂഷൻസ്, ഇഷ്യൂസൊക്കെ സോൾവ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടിരിക്കുക. അതോടൊപ്പം തന്നെ ഗ്ലോബൽ ന്യൂസ് ഫ്ലോസ് ഒന്ന് വാച്ച് ചെയ്യുന്ന നന്നായിരിക്കും. വളാട്ടിലിട്ട് ഉണ്ടാക്കാവുന്ന പല ന്യൂസ് ഫ്ലോസൊക്കെ വന്നേക്കാം. പക്ഷേ ഇന്ത്യനെ സംബന്ധിച്ച് വേഴ്സ്റ്റ് സിംസ് ഓവറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഒപ്റ്റിമിസത്തോടു കൂടിയിരിക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.